പാതിരാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ അവളുടെ ഇൻസ്റ്റഗ്രാമിന്റെ വീഡിയോ ചാറ്റിൽ അവളെ കാത്തിരിക്കുന്ന അവളുടെ കാമുകനുണ്ട്. അതുവരെ അവൾ നേരിട്ട് കണ്ടിട്ടേ ഇല്ല. ചിലപ്പോഴൊക്കെ സൗഹൃദം പുതുക്കി കടന്നു വരുന്ന ചില മെസ്സേജുകൾ, സൗഹൃദങ്ങൾ പിന്നത് പരസ്പരം കാണാതിരിക്കാൻ കഴിയാതെയായി. ഭക്ഷണം കഴിച്ച നേരെ അവൾ റൂമിൽ ചെന്നു, കഥ കടച്ചു. പിന്നെ അവർ തമ്മിലുള്ള സ്വകാര്യ സംഭാഷണത്തിനിടയിൽ ഒരിക്കൽ ആ ചെറുപ്പക്കാരൻ ആവശ്യപ്പെട്ടത്, പെണ്ണെ എനിക്ക് നിന്റെ ശരീരം കാണണമത്രേ, വസ്ത്രമില്ലാത്ത നിന്റെ നഗ്ന ശരീരം എനിക്ക് കാണണമെന്നാണ് അവൻ പറഞ്ഞത്. ആദ്യം അത് പേടിച്ചിട്ട് ആ പെണ്ണ് കോള് കട്ട് ചെയ്തു. 3 ദിവസത്തേക്ക് അവൻ ആ പെൺകുട്ടിയെ ബ്ലോക്ക് ചെയ്തു. 1ാമത്തെ ദിവസം അവൾ കാത്തിരുന്നു, അവനില്ല. 2ാമത്തെ ദിവസം കാത്തിരുന്നു, ഇല്ല. 3ാമത്തെ ദിവസം മെല്ലെ അവന് ബ്ലോക്ക് തുറന്ന് മെസ്സേജ് ഇട്ടു, എന്തേ എന്നെ കാണാതിരിക്കാൻ നിനക്ക് കഴിയണില്ലേ? ഇനി ഞാൻ കണ്ടിന്യൂ നീയുമായി സംസാരിക്കണമെങ്കിൽ നിന്റെ ശരീരം എനിക്ക് കണ്ടേ പറ്റൂ. 13 വയസ്സുകാരി, അവളുടെ കളിതമാശകൾ മാറാത്ത വാപ്പയുടെയും ഉമ്മയുടെയും നെഞ്ചോട് ചേർന്നിരിക്കേണ്ട പൊന്നുമകൾ, അവൾ അറിഞ്ഞില്ലല്ലോ വഴിതെറ്റി വരുന്ന മെസ്സഞ്ചറുകളിൽ വരുന്ന ഹായ് അതുപോലുള്ള വിശേഷം അന്വേഷിച്ചുള്ള കോളുകൾ നൈമിഷികമായ ഒരു പ്രണയം മാത്രമാണ്, കുറഞ്ഞ സമയത്തെ അവന്റെ കാമപൂർത്തീകരണത്തിന് വേണ്ടിയുള്ള വഴിയാണെന്ന് അവൾ അറിഞ്ഞില്ല. അവൾ അവളുടെ ശരീരം അവന്റെ മുമ്പിൽ പ്രദർശിപ്പിച്ചു എന്ന് മാത്രമല്ല, ആ ചെറുപ്പക്കാരൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തത്രേ. നിങ്ങൾ അറിയാൻ നമ്മളൊന്നും അറിയാത്ത തലത്തിലാണ് മൊബൈലിന്റെ സംവിധാനങ്ങൾ. നമ്മളൊന്നും അറിയാത്ത സംവിധാനം. പണ്ടൊക്കെ എപ്പോഴാണ് മോൻ ഉറങ്ങിയതെന്ന് നോക്കണമെങ്കിൽ വാട്സപ്പിന്റെ അവസാന സമയം നോക്കി അറിയാം, 12 മണി 1 മണി. ഇപ്പൊ അത് ഹൈഡ് ചെയ്ത് വെക്കാൻ കഴിയും. ഓൺലൈൻ ഇല്ല എന്ന് കാണാൻ കഴിയും. മെസ്സേജ് ഇട്ടത് കണ്ടു എന്ന് തോന്നിപ്പിക്കുന്ന ബ്ലൂടിക്ക് ഇല്ലാത്ത സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ തെറ്റു ചെയ്യാനുള്ള സർവ്വ വഴികളും നമ്മുടെ മുമ്പിലുണ്ട്. ആൻഡ്രോയിഡ് ഫോണുകൾ ഉപയോഗിക്കുമ്പോൾ പുതിയ അപ്ഡേഷൻ വരുമ്പോൾ മാഷാ അല്ലാഹ് പുതിയ അപ്ഡേഷൻ. എന്തിനാണ്? നിങ്ങളുടെ സ്വകാര്യതയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടന്റ് നൽകുകയാണ് അവർ. എന്തിനെന്നറിയോ? കൂടുതൽ നിങ്ങളെ തെറ്റിലേക്ക് ഏർപ്പെടാൻ. മറ്റുള്ളവർ അറിയുമ്പോഴാണല്ലോ നമുക്ക് അല്ലാഹനെ പേടി. അങ്ങനല്ലേ? നമുക്കെപ്പോഴും അല്ലാഹനെ പേടി. മറ്റുള്ളവർ അറിയുമെന്ന് പേടിക്കുമ്പോഴാണ് നമുക്ക് അല്ലാഹനെ പേടി. നാട്ടുകാരറിഞ്ഞാൽ അല്ലാഹ് അറിയുന്നു എന്ന്, അല്ലാത്ത അല്ലാഹ് കാണുന്നു എന്നുള്ളത് നമുക്ക് പ്രശ്നമല്ല. 13 വയസ്സുകാരിയുടെ വീഡിയോ ആ ചെറുപ്പക്കാരൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തു എന്ന് മാത്രമല്ല, അശ്ലീല വെബ്സൈറ്റിൽ ആ ചെറുപ്പക്കാരൻ അപ്ലോഡ് ചെയ്തു. ഒരൊറ്റ രാത്രിയിൽ മില്യൺ കണക്കിന് ആളുകളാണ് ആ വീഡിയോ കണ്ടത്. രാത്രി കിടക്കാൻ തുടങ്ങിയപ്പോ ഈ പെൺകുട്ടിയുടെ മൊബൈലിലേക്ക് സന്ദേശമായി ആരോ വീഡിയോ അയച്ചു കൊടുത്ത്, മോളെ ഇത് നീ അല്ലയോ? വീഡിയോ ഓപ്പൺ ചെയ്ത് പോയ 13 വയസ്സുകാരി, ഞാൻ ഇനി എന്തു ചെയ്യും അല്ലാഹ്? ഇന്നത്തെ രാത്രിയിൽ ഈ ഭൂമി വിണ്ടുകീറി ഞാൻ അതിലേക്ക് പോയാൽ നാളത്തെ രാവിലെ, നാളത്തെ പ്രഭാതത്തെ എനിക്ക് കാണാൻ കഴിയില്ല. എന്റെ വാപ്പ, എന്റെ ഉമ്മ, എന്റെ സഹപാഠികൾ, എന്റെ അയൽവാസികൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ എന്താണ് അവരോട് മറുപടി കൊടുക്കുക? 13 വയസ്സുകാരി തീരുമാനിച്ചു, നാളത്തെ പ്രഭാതം എനിക്ക് കാണണ്ട. അവളുടെ ബെഡ്ഷീറ്റ് സീലിംഗ് ഫാനിൽ കുരുക്കി ഒരിക്കലും തിരിച്ചു വരാത്ത ലോകത്തേക്ക് അവൾ അവളുടെ ജീവിതത്തെ അവസാനിപ്പിച്ചു കളഞ്ഞത്രേ. എവിടെയാണ് നാം ചിന്തിക്കേണ്ടത്? എവിടെയാണ് നാം അറിയേണ്ടത്? ആരെയാണ് നാം പഴിക്കേണ്ടത്? ആരുടെ മേലാണ് നാം പഴിചാരേണ്ടത്? ആരെയാണ്? സ്വകാര്യ ജീവിതത്തിൽ അല്ലാഹനെ പേടിക്കാതെ പോയ ഒരു സമൂഹം വളർന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. മക്കളെ, നിങ്ങളോട് സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. സ്നേഹം മാത്രമാണ് നിങ്ങളോട്. പലപ്പോഴും ഞാൻ എന്റെ പ്രഭാഷണങ്ങളിൽ വിമർശന വിധേയമാക്കുന്ന പ്രഭാഷണങ്ങൾ സാധാരണ ഞാൻ പറയാറില്ല. പക്ഷേ ചില വിഷയങ്ങൾ നിങ്ങളോട് പറയാതിരിക്കാൻ കഴിയില്ല. നിങ്ങളെ കാത്തിരിക്കുന്ന, നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു വാപ്പയും ഉമ്മയും ഉണ്ടെന്ന് നിങ്ങൾ മറന്നു പോവരുത്. തലയിൽ വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കും, തറയിൽ വെച്ചാൽ ഉറുമ്പരിക്കുമെന്ന് പറഞ്ഞ് നിങ്ങളെ അത്ര കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കുന്ന ഒരു വാപ്പയും ഉമ്മയും ഉണ്ട്. നിങ്ങളുടെ വാപ്പാക്ക് നാട്ടിൽ നിൽക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല അവൻ കടൽ കടന്ന് പ്രവാസിയായി പോയത്. എന്റെ ഭാര്യയും എന്റെ മക്കളും സന്തോഷത്തോടെ ജീവിക്കണമെന്ന് കരുതി കടൽ കടന്ന് പോയ നിന്റെ വാപ്പ, നിന്റെ ഉമ്മ, അത്രമേൽ നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടവർ. നീ ചാടുമ്പോ അവരുടെ മനസ്സിന്റെ അവസ്ഥകളെ നീ മറന്നു പോവരുത്. ഈ ലോകം തെറ്റിന്റെ വഴിയെ സഞ്ചരിച്ചു പോവുകയാണ്. നന്മയിലേക്ക് കൈപിടിച്ചു നടത്താനുള്ള ആളുകൾ കുറഞ്ഞു വരുന്നു എന്നല്ല, ആളുകൾ കൂടുന്നെങ്കിലും മൈൻഡ് ചെയ്യാൻ ഈ സമൂഹം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. എന്റെ മക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഒരിക്കൽ പോലും സ്വകാര്യ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം.
പരസ്യത്തിൽ അള്ളാനെ സൂക്ഷിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ നിങ്ങൾ അള്ളാനെ സൂക്ഷിക്കണേ എന്ന് എന്റെ ഉമ്മമാരോട് അടിവരയിട്ടിട്ട് 1000 തവണ വസിയത്ത് പോലെ ഞാൻ പറയാണ്. ഭൗതിക ജീവിതത്തിന്റെ കാട്ടിക്കൂട്ടലുകൾ അള്ളാഹ്ക്ക് വേണ്ട. ഈ വയൽ കേട്ടിട്ട് നിങ്ങൾ എന്നെ വിലയിരുത്തണമെന്നല്ല, എനിക്ക് ഞാൻ എന്റെ ഹൃദയത്തോട് ചോദിക്കേണ്ട ചോദ്യമാണ്, എന്റെ രഹസ്യത്തിൽ എനിക്ക് എന്റെ പടച്ചോനെ സൂക്ഷിക്കാൻ കഴിയുന്നുണ്ടോ? ഈ വെള്ളയൊക്കെ കാണുമ്പോ നിങ്ങൾ വിചാരിക്കും നിങ്ങളെക്കാളേറെ സൂക്ഷിക്കുന്നവനാണെന്നല്ല. മാനുഷികയുടെ സഹജമായ തെറ്റുകൾ എനിക്കും വരാറുണ്ട്. ഞാൻ എന്റെ മനസ്സോട് പറയണം, എനിക്ക് എന്റെ പടച്ചോനെ പേടിക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വഫാത്താവാൻ കിടക്കുന്ന സമയമാണ്. 63ാമത്തെ വയസ്സിൽ 7 ദിവസത്തോളം തന്റെ ശരീരത്തിൽ ശക്തമായ പനി ബാധിക്കുകയാണ്. അബൂബക്കർ തങ്ങൾക്കറിയാം, ഇനി ഈ രോഗത്തിൽ നിന്നൊരു തിരിച്ചു വരവില്ല എന്നറിയാം. ഇസ്ലാമിന് റിപ്പബ്ലിക്കിന്റെ 2ാമത്തെ ഖലീഫ വേണമല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെയാണ് അബൂബക്കറിന്റെ മനസ്സിലുള്ളത്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെയാണ് അബൂബക്കറിന്റെ മനസ്സിലുള്ളത്. സ്വന്തമായി തീരുമാനിക്കാൻ കഴിയില്ലല്ലോ. സഹാബത്തിനെ വിളിച്ചു ചേർക്കുകയാണ്. സഹാബ, എന്റെ ഉമറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്റെ ഉമറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് സഹാബ? സഹാബത്ത് പറയുന്നു, ഉമർ കുഴപ്പമൊന്നുമില്ല. വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഉമറിനെ കുറിച്ച് ചോദിച്ചത്? അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയാണ്, ഇസ്ലാമിന്റെ 2ാമത്തെ ഖലീഫയായിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ തെരഞ്ഞെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ സമയത്താണ് സഹാബത്തിൽപ്പെട്ട ഒരു വിഭാഗം പറഞ്ഞത്, അബൂബക്കറേ, ഉമർ നല്ലവരൊക്കെയാണ്, പക്ഷേ ഉമറിന്റെ കോപത്തെ കുറിച്ച് നിങ്ങൾക്കറിയല്ലോ. ഉമറിന്റെ കോപം വളരെ കഠിനമാണ്. അതുകൊണ്ട് നീതിയുക്തമായ നിലയിൽ പ്രജകൾക്ക് നീതിയുക്തമായ നിലയിൽ ഭരണം നടത്താൻ ഉമറിന് കഴിയില്ല. അതുകൊണ്ട് ഉമറിനെ നിങ്ങൾ അധികാരമേൽപ്പിക്കല്ലേ അബൂബക്കറേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വല്ലാത്ത പ്രയാസത്തിലായി. അല്ലാഹുവേ, ഇസ്ലാമിന്റെ ഖിലാഫത്തിന്റെ 2ാമത്തെ അമീറായി ഉമറിനെ തെരഞ്ഞെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നല്ലാ, ഖൈറായ വഴി തുറന്നിട്ടു തരണേ അല്ലാ. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പടച്ചോനോട് ദുആ ചെയ്യുകയാണ്. ആ സമയത്താണ് അബ്ദുറഹ്മാൻ തങ്ങൾ കടന്നു വരുന്നത്. അബ്ദുറഹ്മാനോട് ചോദിച്ചു, അബ്ദുറഹ്മാനെ, എന്റെ ഉമറിനെ കുറിച്ചുള്ള നിന്റെ അഭിപ്രായം എന്താണ്? എന്റെ ഉമറിനെ കുറിച്ചുള്ള നിന്റെ അഭിപ്രായം എന്താണ്? ആ സമയത്താണ് ഉമർ പറയുന്നത്, അബൂബക്കറേ, വല്ലാഹി തുമ്മ വല്ലാഹി, ഉമറിന്റെ പരസ്യ ജീവിതത്തെക്കാളേറെ ഉമർ അല്ലാഹുവിനെ രഹസ്യത്തിൽ സൂക്ഷിക്കുന്നവനാ. ഉമറിന്റെ പരസ്യ ജീവിതത്തെക്കാളേറെ ഉമർ അല്ലാഹുവിനെ രഹസ്യത്തിൽ സൂക്ഷിക്കുന്നവനാണ്. നിങ്ങൾക്കറിയുമല്ലോ, ഇസ്ലാമിന്റെ ഖിലാഫത്തിലേക്ക് കടന്നു വന്ന ഉമർ യൂഫ്രട്ടീസിന്റെ നദീതടത്ത് ഒരു നായ വിശന്നിട്ട് മരിച്ചാൽ എന്റെ പടച്ച റബ്ബിനോട് ഞാൻ അതിന്റെ കാരണം ബോധിപ്പിക്കണമെന്ന് പറഞ്ഞ ഉമർ പാതിരാത്രി സമയത്ത് കിടക്കാൻ തുടങ്ങുമ്പോ കത്തിച്ചു വെച്ച വിളക്കിലേക്ക് ഉമർ തന്റെ വിരൽ ചേർത്ത് വെക്കാറുണ്ട്. ആ വിളക്കിൽ നിന്ന് ഉതിർന്നു പൊന്തുന്ന തീയ് തന്റെ വിരലിലേക്ക് ചൂട് പിടിക്കുമ്പോൾ ഉമർ ആ വിരൽ പുറത്തേക്ക് വലിക്കുകയാണ്. ഭൃത്യൻ ചോദിച്ചു, ഉമറേ, എന്തിനാണ് ഉമറേ ഈ കാണുന്ന ചെറുവിളക്കിലേക്ക് നിന്റെ വിരൽ കാണിക്കുന്നത്? ഉമർ പറഞ്ഞത്, ഭൃത്യാ, ഈ ചെറിയ തീയിൽ നിന്ന് ഉതിർന്നു പൊന്തുന്ന തീയ് ഈ ഉമറിന്റെ ഒരു വിരലിന് പോലും അത് താങ്ങാൻ കഴിയണില്ല. എന്റെ പടച്ചോനെങ്ങാനും ഉമറിനെ നാളെ അല്ലാഹുവിന്റെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞ എങ്ങനെയാണ് ഉമർ അത് സഹിക്കുന്നതെന്നും പടച്ചോനെ പേടിച്ചൊരു ഉമറുണ്ട്. ജാഹിലിയ്യത്തില് തെറ്റുപറ്റിപ്പോയതിന്റെ പ്രായശ്ചിത്തമായി ആരുമില്ലാത്ത വിജനമായ മണ്ണിലേക്ക് മരുഭൂമിയിൽ കിടന്നു ചെന്നിട്ട് തന്റെ
തന്റെ ചാട്ടവാറെടുത്ത് സ്വന്തം ശരീരത്തെ പ്രഹരിച്ചൊരു ഉമറുണ്ട് വാപ്പാ. ഉമറിന്റെ ജനാസ കുളിപ്പിച്ച സഹാബത്ത് ഞെട്ടിപ്പോയി. അമീറുൽ മുഅ്മിനീനെ ആരാണ് ഇങ്ങനെ അടിച്ചു മർദ്ദിച്ച് അവശനാക്കിയത്? പുറത്തെല്ലാ പാടുകൾ കാണുമ്പോഴാണ് കൃത്യം പറഞ്ഞത് ആരുമില്ലാത്ത സമയത്ത് ഉമർ തന്റെ ചാട്ടവാറ് കൊണ്ട് തന്റെ പുറത്തടിക്കുമായിരുന്നത്രേ. നിങ്ങൾക്കറിയോ, മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു ഒരു പാതിരാത്രി സമയത്ത് ഉമറിനെ കണ്ടപ്പോ ഒരു കുടിലിൽ നിന്ന് ഉമർ ഇറങ്ങി വരുന്നത് കാണുമ്പോ ത്വൽഹയുടെ മനസ്സില് നൂറുനൂറ് സംശയങ്ങളായി. എന്തിനാണ് ആരും കാണാതെ പാതിരാത്രി ഉമർ ആ വീട്ടിൽ പോയത്? അമീറുൽ മുഅ്മിനീൻ എന്താണ് ആരുമില്ലാത്ത വീട്ടിൽ പാതിരാത്രി എന്താണ് കാര്യമെന്ന് ആ സമയത്ത് അബൂ ത്വൽഹയുടെ മനസ്സിങ്ങനെ പല സംശയങ്ങളും പറയുമ്പോ സുബ്ഹാനല്ലാഹ് അബൂ ത്വൽഹ പറഞ്ഞു, നേരം വെളുക്കട്ടെ, നേരം വെളുക്കട്ടെ, കൃത്യമായിട്ടൊന്ന് അന്വേഷിക്കണമല്ലോ, എന്നിട്ട് ഉമറിനെ പോയി പിടിക്കണമല്ലോ. അബൂ ത്വൽഹ രാവിലെ എഴുന്നേറ്റ് പോകുമ്പോ ഈത്തപ്പനയുടെ ഇലയിലുണ്ടാക്കിയ, ഈത്തപ്പന ഓല കൊണ്ടുണ്ടാക്കിയ കുടിലില്, ഈത്തപ്പന നാരിനാലുണ്ടാക്കിയ കട്ടിലില് എഴുന്നേൽക്കാൻ കഴിയാത്തൊരു പടുവൃദ്ധയായ ഉമ്മ കിടക്കുകയാണ്. അബൂ ത്വൽഹ ചോദിച്ചു, ഉമ്മ, ആരാണ് നിങ്ങളെ സഹായിക്കാനുള്ളത്? ഉമ്മ പറഞ്ഞു, എനിക്ക് പടച്ചോനല്ലാതെ ഒരാളില്ല. എങ്കിലും മോനെ, പാതിരാത്രി സമയത്ത് ഒരാൾ എന്റെ വീട്ടിൽ വരാറുണ്ട്. ഞാൻ കാറ്റിച്ചു വെച്ചിരിക്കുന്ന ചട്ടിയെടുത്ത് വൃത്തിയാക്കാറുണ്ട്. എന്റെ വസ്ത്രങ്ങളെല്ലാം മാറാറുണ്ട്. എനിക്ക് കഴിക്കാൻ നല്ല ഭക്ഷണം ഉണ്ടാക്കി തരാറുണ്ട്. എന്നോട് തമാശ പറഞ്ഞിട്ടാ ചെറുപ്പക്കാരനാ മനുഷ്യൻ പോകുമല്ലോ. സുബ്ഹാനല്ലാഹ്. അബൂ ത്വൽഹയുടെ കണ്ണ് നിറയാൻ തുടങ്ങി. ഇസ്ലാമിന്റെ ഖിലാഫത്തിന്റെ അമീറിനെ ഞാൻ ഒരു സെക്കൻഡ് സമയമെങ്കിലും സംശയത്തിന്റെ കണ്ണില് കണ്ടല്ലോ. ഉമ്മ, അതാരാണെന്നറിയോ? ഉമ്മ പറയുന്നു, മോനെ, ഞാൻ പല പ്രാവശ്യം ചോദിച്ചിട്ട് ആ മനുഷ്യൻ പേര് പറഞ്ഞില്ല. രാഷ്ട്രീയ മേലാളന്മാര് ഇന്ന് അധികാരത്തിന്റെ അപ്പക്കസനങ്ങൾക്ക് വേണ്ടിയല്ലേ ചെറിയൊരു റിംഗ് താർ കോൺക്രീറ്റ് ചെയ്താൽ പോലും 10,000ന്റെ ഫ്ലെക്സ് വെച്ചിട്ട് പരസ്യം കൊടുക്കുന്ന ഒരു കാലത്ത് ഒരു രാജ്യത്തിന്റെ അമീറാണ്, ഒരു രാജ്യത്തിന്റെ രാജാവാണ്, സർവ്വതും കൈപ്പിടിയിൽ ഒതുക്കിയ ഉമറാണ്. പാതിരാത്രി സമയത്ത് ആരുമില്ലാത്തൊരു വീട്ടില് അവശയായി കിടന്ന ഉമ്മാടെ കാഷ്ടം വാരി വൃത്തിയാക്കിയത്. ആ സമയത്ത് അബൂ ത്വൽഹ കരഞ്ഞിട്ട് പറയുകയാ, കിസ്റ പനിക്കും കൈസറും വിറയ്ക്കുന്നതാ, മിസ്റിൽ മുഖൗഖിസു കേട്ടുടന് ഞെട്ടുന്നതാ. ആരാണ് അമീറുൽ മുഅ്മിനീൻ? ഉമറല്ലോ. ജനസേവകന്മാർക്കുള്ളി മാമാണല്ലോ. ഉമ്മ, കിസ്റയുടെയും കൈസറിന്റെയും കോട്ടകൊത്തളങ്ങൾ പേര് കേട്ടാ വിറക്കുന്ന വില്ലാളി വീരനെ, വീരശൂര പരാക്രമിയെ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആണത്. അവൻ അല്ലാഹുവിനെ പേടിച്ചത് അങ്ങനാണ്. ഉമ്മ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വാഹിബു സിറാന് മഹാനായ ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ നേരിട്ട് വന്നിട്ട് പറഞ്ഞു കൊടുത്തു, നബിയേ, ഒരു ലിസ്റ്റ് ഞാൻ പറഞ്ഞു തരാം. ആ ലിസ്റ്റിലുള്ളതെല്ലാം മുനാഫിക്കുകളാണ്, കപട വിശ്വാസികളാണ്. ലിസ്റ്റ് ഹുദൈഫത്തുൽ യമാന് തങ്ങൾ എഴുതി സൂക്ഷിച്ചു. എന്റെ പ്രിയമുള്ള പെങ്ങളെ, നിങ്ങൾക്കറിയോ, ഹുദൈഫത്തുൽ യമാന്റെ കയ്യില് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത മുനാഫിക്കിന്റെ ലിസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കി ഉമർ ഹുദൈഫാനെ നോക്കിയിട്ട് വഴിയിൽ നിൽക്കുകയാ. ചെറുപ്പക്കാരാ, ഹുദൈഫ റളിയല്ലാഹു അൻഹു പേടിച്ചു പോയി. പതിവില്ലാതെ ഉമർ എന്താ വഴിയിൽ നിൽക്കുന്നത്? ഹുദൈഫക്ക് സലാം പറഞ്ഞു, ഹുദൈഫ, നിന്റെ കയ്യിൽ മുനാഫിക്കിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ, നിന്റെ കയ്യിൽ മുനാഫിക്കിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ, ആ ലിസ്റ്റ് എന്റെ കയ്യിൽ ഒന്ന് തരണം, എനിക്കൊന്ന്
കാണണം. ഹുദൈഫ പറഞ്ഞില്ല, ഉമറെ അത് രഹസ്യമായിട്ട് പ്രവാചകൻ ഏൽപ്പിച്ചതാണ്, തരാൻ കഴിയില്ല. ഹുദൈഫ പറഞ്ഞു, എന്നാൽ അതിലെ പേരൊന്ന് വായിച്ചേ കേക്കട്ടെ. ഇല്ല ഹുദൈഫ പറഞ്ഞില്ല ഉമറെ, ആ പേര് പറയാൻ കഴിയില്ല. വീണ്ടും വീണ്ടും ആവർത്തിച്ചു ഉമർ ചോദിച്ചു. അവസാനം ഉമറിന്റെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടു. പിൽക്കാലത്ത് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉമർ ആ ലിസ്റ്റ് ചോദിച്ചപ്പോ, കേക്കണം പെങ്ങളെ, എന്റെ ചെറുപ്പക്കാരോട്, എന്റെ വാപ്പമാരോട് പിൽക്കാലത്ത് ഹുദൈഫത്തുൽ യമാൻ തങ്ങൾ പറയാ, ഉമർ ആ ലിസ്റ്റ് ചോദിച്ചപ്പോ ഞാൻ ആദ്യം പേടിച്ചു പോയി. ഉമറിന്റെ കോപം എനിക്കറിയാം. മുനാഫിക്കിന്റെ ലിസ്റ്റ് എങ്ങാനും കൈ കിട്ടിയ ഉമർ അവരെ കൊന്നു കളയുമെന്ന് ഞാൻ പേടിച്ചു പോയി. പക്ഷേ അവസാനം ഉമർ എന്നോട് കരഞ്ഞോണ്ട് പറഞ്ഞത് എന്തെന്നറിയോ? ഹുദൈഫ, ആ ലിസ്റ്റ് നീ ഒന്ന് വായിച്ചിട്ട് ഉമറിന്റെ പേര് അതിലുണ്ടോ എന്നൊന്ന് പറയണേന്ന്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അങ്ങനെയാണ് അവർ അല്ലാഹുവിനെ പേടിച്ചത്. പടച്ചോനെ പേടിക്കുന്നവർക്ക് മാത്രമാണ് അല്ലാഹുവിന്റെ സ്വർഗ്ഗമുള്ളത്. പടച്ചോനെ പേടിക്കുന്നവർക്ക് മാത്രമാണ് അല്ലാഹുവിന്റെ സ്വർഗ്ഗമുള്ളത്. അതുകൊണ്ട് പടച്ചോന്റെ സ്വർഗ്ഗത്തിലേക്ക് അടുത്തോ മക്കളെ, പടച്ചവന്റെ സ്വർഗ്ഗത്തിലേക്ക് അടുത്തോ മക്കളെ. അല്ലാഹു നമ്മുടെ സദസ്സ് നാളെ സ്വർഗ്ഗത്തിൽ കടക്കാൻ ഒരു സബബായി അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ.